നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തിലെ ഭാഗ്യനിധി യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 2026 ഏപ്രിൽ 5 മുതൽ ഏപ്രിൽ 28 വരെയുള്ള ദിനങ്ങളിൽ ഗ്രഹനില അനുസരിച്ച് അപ്രതീക്ഷിതമായി ഭാഗ്യം എത്തിച്ചേരുന്ന ഭാഗ്യ രാശിക്കാരായിരിക്കുന്ന 6 രാശി നക്ഷത്രക്കാർക്ക് ഭാഗ്യനിധി യോഗം വന്നു ചേരുകയാണ്. 6 രാശിക്കാർക്കാണ് സൂര്യൻ്റെ സ്വാധീനമുള്ള ഏപ്രിൽ 5 മുതൽ ഈ ഭാഗ്യം, അതായത് ഭാഗ്യനിധി യോഗം ഏപ്രിൽ 28 തീയതി വരെ അനുഭവവേദ്യമാകുന്നത്. മറഞ്ഞുകിടക്കുന്ന ധനം, സമ്പത്ത്, കീർത്തി എന്നിവ വന്നുചേരുക എന്നുള്ളതാണ് ഭാഗ്യനിധി യോഗത്തിലൂടെ അനുഭവവേദ്യമാകുന്നത്. ലോട്ടറി ഭാഗ്യമൊക്കെ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ധാരാളം വന്നുചേരുന്ന സമയമാണ് ഭാഗ്യനിധി യോഗത്തിലൂടെ. തീർച്ചയായിട്ടും വലിയ സാമ്പത്തിക മേഖലകളിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന ഭാഗ്യനിധി യോഗം 6 രാശിക്കാർക്കാണ് ആ യോഗം അനുഭവിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത്. അതിലാദ്യത്തേത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട ചേരുന്ന വൃശ്ചികം രാശി. അപ്രതീക്ഷിതമായി പണം കൈവരാനുള്ള സാധ്യത ഏറെ ഉണ്ടാകുന്നു. കരിയറിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായുള്ളത്. ശത്രുക്കളുടെ നീക്കങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക. അത് വളരെ നിഷ്ഫലമായി മാറുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ആരോഗ്യനില വളരെ തൃപ്തികരമായിരിക്കും. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെയധികം വിജയമുണ്ടാകും. അപ്രതീക്ഷിതമായി നമുക്ക് ധനലാഭം വന്നു ചേരും. ലോട്ടറി പോലെയുള്ള ഭാഗ്യനിധികൾ തീർച്ചയായിട്ടും വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. വളരെ ഭാഗ്യദായകമായ ദിവസങ്ങളാണ് ഏപ്രിൽ 5 മുതൽ 28 വരെ ഉള്ളത്. അടുത്ത രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം പകുതി വന്നു ചേരുന്ന മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ദിനങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന കീർത്തിയും വരുമാന വർധനവും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കുള്ളതായിരിക്കും. മേലുദ്യോഗസ്ഥന്മാരുടെ പ്രശംസ പിടിച്ചു പറ്റാനുള്ള ഭാഗ്യമുണ്ട്. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്നത് ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യും. കാരണം ഒരു പരിധിക്കപ്പുറത്തേക്ക് ധനം വന്നു ചേരുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കൃത്യമായും കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് വേണ്ടുന്നത്. മകരം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ധാരാളം പണം കുറച്ചു ദിവസങ്ങളിലൂടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്.
ഏപ്രിൽ 5 മുതൽ 28 വരെയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ ഭാഗ്യദായകമായ ദിനങ്ങളാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള എല്ലാ അവസ്ഥകളും കാണുന്നുണ്ട്. കിട്ടാതെ കിടന്ന ധനം തിരികെ ലഭിക്കുക, വസ്തുക്കളിലും മറ്റും മറഞ്ഞു കിടക്കുന്ന നിധി പോലെയുള്ള എന്തെങ്കിലും സാമ്പത്തികമായ വ്യവസ്ഥകൾ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുക, പൈതൃക വ്യവസ്ഥകൾ സൂക്ഷിച്ചു വച്ചിരുന്ന ധനമോ ആഭരണമോ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുക തുടങ്ങിയവയൊക്കെ മകരം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്ന ഭാഗ്യങ്ങളാണ്. അടുത്തത് മിഥുനം രാശിയാണ്. മകയിരം പകുതി തിരുവാതിര പുണർതം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. മിഥുനം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. പ്രണയ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുകയും പ്രണയം കുടുംബ ജീവിതത്തിന് വഴിമാറുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തും. അതുപോലെ തന്നെ മിഥുനം രാശി നക്ഷത്ര ജാതരുടെ ആശയങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുമെന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും കാർഷികപരമായും കലാ കായിക രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിലെല്ലാം തന്നെ നേതൃത്വമായിരിക്കുന്ന പദവിയിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഈ രാശിക്കാരിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ധനം ഏതൊക്കെ വഴികളിലൂടെയാണ് ഈ രാശി നക്ഷത്രജാതരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല. അത്രത്തോളം വലിയ സാമ്പത്തിക ഭാഗ്യമാണ് ഭാഗ്യനിധി യോഗത്തിലൂടെ ഇവരിൽ വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യദായകമായ വർഷമാണ് 2026. കാരണം പല യോഗങ്ങളിലും ചിങ്ങം രാശി നക്ഷത്ര ജാതർ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ 2026 ജ്യോതിഷ വ്യവസ്ഥകളിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം ഭാഗ്യദായകമായിരിക്കുന്ന രാശിയാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത്. മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഉയർന്ന സാമ്പത്തിക നിലയിലേക്ക് വളർന്നു പോകുന്നതിനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത്. മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാൻ തീർച്ചയായും സാധിക്കും. സമൂഹത്തിൽ വളരെ വളരെ അംഗീകാരം ലഭിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ വളരെ കൂടുതലായി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണിപ്പോൾ. ഏപ്രിൽ 5 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലെ ഭാഗ്യനിധി യോഗം വളരെ വളരെ ഭാഗ്യദായകമായി അനുഗ്രഹിക്കുന്ന രാശിയാണ് ചിങ്ങം രാശി. അതായത് നാട്ടിലെ ലോട്ടറി ഭാഗ്യം പോലെ തന്നെ വിദേശ ലോട്ടറിയുടെ ഭാഗ്യം വരെ കൈവശം വന്നു ചേരാൻ കഴിയുന്ന സമയമാണ് 2026 ഏപ്രിൽ 5 മുതൽ 28 വരെയുള്ള ദിനങ്ങളിൽ. തീർച്ചയായിട്ടും ചിങ്ങം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് അവരുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും അതുപോലെ തൊഴിൽപരമായും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ടാകുന്ന സമയം കൂടിയിട്ടാണ് ഭാഗ്യനിധി യോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. വിചാരിക്കുന്ന വിഷയങ്ങൾ എടുത്തുകൊണ്ട് തുടർ പഠനത്തിന് സാധ്യതയാകുന്ന സമയം കൂടിയാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ യാത്രയ്ക്കും വിദേശ ജോലിക്കുമൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അടുത്തത് മേടം രാശിയാണ്. അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. മേടം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യനിധി യോഗം വളരെ വളരെ അനുഗ്രഹദായകമാണ്. വളരെ സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലവാരത്തിൽ നിന്ന മേടം രാശി നക്ഷത്ര ജാതർ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. ഊർജ്ജസ്വലമായ 3 ആഴ്ചകളാണ് മേടം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാൻ പോകുന്നത്. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയുണ്ടാകും. പങ്കാളിയുമായി സമയം ചിലവഴിക്കുന്നതിന് വളരെയധികം യാത്രകൾ നമുക്ക് നടത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകും.
ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വരുന്ന ഏപ്രിൽ 5 മുതൽ 28 ദിനങ്ങളിൽ സ്വാഭാവികമായും ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ധനദേവതയുടെയും ധനദേവൻ്റെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന രാശിയാണ് മേടം രാശി. തീർച്ചയായും അശ്വതി, ഭരണി, കാർത്തികകാൽ നക്ഷത്രങ്ങൾക്ക് വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ധനം എത്തിച്ചേരുവാനും ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരാനുമുള്ള സമയമാണ് ഭാഗ്യനിധി യോഗത്തിലൂടെ സൃഷ്ടിതമായിരിക്കുന്നത്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്കും കാർഷിക മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കും ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കും വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഭാഗ്യവും കീർത്തിയും ലാഭവും വന്നു ചേരുമെന്നുള്ളതാണ്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി. ധനുരാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 5 മുതൽ ആരംഭിക്കുന്ന ഭാഗ്യനിധി യോഗം, അതായത് സൂര്യൻ്റെ സ്വാധീനമുള്ള ഏപ്രിൽ 5 മുതൽ ഈ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. നിറഞ്ഞ ഭാഗ്യദായകമായ മുഹൂർത്തങ്ങളും നിമിഷങ്ങളുമാണ് ധനുരാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത്. ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യത്തിൻ്റെ വർധനവ്, ദൂരയാത്രകൾ പ്ലാൻ ചെയ്തു പോകും, യാത്രകളിൽ സൗഹൃദങ്ങൾ പുതുതായി കണ്ടുപിടിക്കപ്പെടും, ആ സൗഹൃദങ്ങൾ വളരെയധികം അനുഗ്രഹദായകമാകും. അതുപോലെ തന്നെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. പൂർവ സ്വത്തിന് അവകാശിയായി മാറും. ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതെല്ലാം തന്നെ വിജയിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വാഹനം, വസ്തുവകകൾ, സ്വർണ്ണ ആഭരണങ്ങൾ എന്നിവ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥന്മാരുടെ പ്രശംസ പിടിച്ചുപറ്റാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ കാര്യത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നു ചേരാം. അതുപോലെ തന്നെ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയ സമയമാണിത്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും എന്നുള്ളതാണ്. പ്രണയ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ആരോഗ്യത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകൾ വളരെ ഭാഗ്യദായകങ്ങളായിരിക്കും. സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുക്കുവാൻ സാധിക്കും എന്നുള്ളതും ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന കാര്യമാണ്. സംഗീതാദി കലകളിലും നൃത്താദി കലകളിലുമൊക്കെ കീർത്തി കേൾക്കുന്നതിന് സാധിക്കും എന്നുള്ളതും എടുത്തു പറയുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും ഭാഗ്യനിധി യോഗത്തിലൂടെ സൗഭാഗ്യദായകന്മാരായി മാറുവാൻ പോകുന്ന ഈ 6 രാശി നക്ഷത്ര ജാതർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.